വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. ഏതെങ്കിലും വിദ്യാലയത്തിൽ അതിന് ഘടകവിരുദ്ധമായി പെരുമാറിയാൽ അത് അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറല്ല. ഇപ്പോൾ ഇവിടെ ഒരു രക്ഷകർത്താവ് കൊണ്ടുവന്ന പരാതിയാണ് എൻ്റെ ഇരിക്കുന്നത്. അത് രക്ഷകർത്താവ് കൊണ്ടുവന്ന പരാതിയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടി ₹60 വെച്ച് പിരിച്ചു. അതിനുശേഷം RSSുമായി ബന്ധപ്പെട്ടുള്ള ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലവന്മാർ അയച്ച സർക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്മസ് ഇല്ല, ആഘോഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൈസ തിരിച്ചു കൊടുത്തു. ഈ അവസരത്തിലാണ് രക്ഷകർത്താവ് പരാതിയുമായി എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ ഇക്കാര്യത്തിൽ ഉടനെ സർക്കിളിൽ കൊടുത്ത എല്ലാ സ്ഥലങ്ങളും അറിയിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കർശനമായ നിലപാട് സ്വീകരിച്ചു. കർശനമായ നിലപാടെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ച ശേഷം ക്യാൻസലാക്കിയാൽ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഞാനിന്നിപ്പോൾ പൂജപ്പുര ഗവൺമെൻറ് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഞാൻ പങ്കെടുത്തു. അവിടെ മുസ്ലിം കുട്ടികളും ക്രിസ്ത്യാനി കുട്ടികളും ഹിന്ദു കുട്ടികളും എല്ലാം സന്തോഷത്തോടു കൂടി അവർ ക്രിസ്മസ് ആഘോഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ബോധപൂർവം വിദ്യാലയങ്ങളിൽ ഈ വർഗീയ ചിന്ത കടത്തിക്കൊണ്ടുവരികയാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് വിദ്യാഭ്യാസത്തിലൂടെ വർഗീയത കടത്തിവിട്ട് RSS കയറുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സമൂഹം ശ്രദ്ധാപൂർവം കാണണമെന്ന് പറയുകയാണ്.